ഇല്ല, മരിക്കുന്നില്ല. ഉമ്മൻചാണ്ടി മരിക്കുന്നില്ല. മുഷ്ടി ചുരുട്ടി കണ്ണു കലങ്ങി കണ്ടമിടറി വിളിച്ച മുദ്രാവാക്യം സത്യമാണ്. മണ്ണിനോട് ചേർന്നിട്ട് ഒരാണ്ടാകുമ്പോഴും ഉമ്മൻചാണ്ടിയെ ആൾക്കൂട്ടം ഒറ്റയ്ക്കാക്കുന്നില്ല. എൻ്റെ ഭർത്താവ് അങ്ങ് മരിച്ചു പോയിട്ട് ഞാനൊന്നും നിവർത്തിയില്ല. എന്നിട്ട് ഞാൻ അവിടെ ചെന്നു, സാറേ എനിക്ക് ഒരു നിവർത്തിയില്ലെന്ന് പറഞ്ഞു. അന്നേരം എനിക്ക് 1000 രൂപ തന്നിട്ട് പറഞ്ഞു ലോട്ടറി എടുത്ത്, അന്ന് 30 രൂപയേ ഉള്ളൂ. ലോട്ടറി എടുത്ത് പതുക്കെ കുറച്ച് ലോട്ടറി എടുത്തിട്ട് ഇതുകൊണ്ട് ഉപജീവനമാർഗം കഴിയും, പിന്നീട് ഞാൻ കണ്ടോളാമെന്ന് പറഞ്ഞു. സാറ് പോയല്ലോ എന്ന് ഓർത്തിട്ട് എപ്പോഴും വേദനയായിട്ടിരിക്കുക. ഉണ്ടായിരുന്നെങ്കിൽ എവിടെ വെച്ച് കണ്ടാലും എനിക്ക് വണ്ടി പള്ളിയിൽ പോയിട്ട് ഇങ്ങോട്ട് വന്നാൽ ഞാൻ ലോട്ടറി വിറ്റോണ്ട് നിൽക്കുകയാണെങ്കിൽ കൈ അങ്ങോട്ട് കാണിച്ച് വണ്ടി അവിടെ നിർത്തിയിട്ട് അന്നേരം എനിക്ക് രൂപ തന്നേച്ചേ പോകത്തുള്ളൂ. അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു. ഞങ്ങൾക്കത് ഓർക്കുമ്പോൾ ഇപ്പോഴും എൻ്റെ മോനെ എനിക്ക് സങ്കടമാണ് എപ്പോഴും. സാറ് മരിച്ചതിൻ്റെ ഒരു ഇതുണ്ട്. അപ്പം സാറിൻ്റെ ഒരു സഹായത്തിലായിരുന്നു എന്നാണ് ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ചെറുപ്പം മുതലേ ഫിക്സ് വരുന്നതായിരുന്നു. അപ്പം അതിൻ്റെ മരുന്ന് കഴിക്കുന്നത് സാറ് മേടിച്ചു തന്നതും ഉപയോഗിക്കായിരുന്നു. സാർ എനിക്കൊരു 9 വർഷത്തോളം സാർ മരുന്ന് മേടിച്ചു തന്നിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ തീർത്ഥാടന കേന്ദ്രം പോലെ പുതുപ്പള്ളി പള്ളിയിലെ കല്ലറയിലേക്ക് ഇപ്പോഴും ഒഴുകിയെത്തുന്ന ആയിരങ്ങൾ. കണ്ണീര് വീണ നിവേദനങ്ങളുമായി അവരുടെ സാറിനോട് പരാതി പറയാനെത്തുന്ന എത്രയോ പേർ. തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ കഥ പറയാൻ ഓടിയെത്തിയ പുതിയ തലമുറക്കാർ. ഒരു കാലത്ത് ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വലിയ കരുത്ത് ഈ പടിക്കെട്ടിലിരുന്നുള്ള പ്രാർത്ഥനയായിരുന്നു. എതിരാളികൾ രാഷ്ട്രീയ ആരോപണങ്ങളെ കുടുംബത്തിലേക്ക് നീട്ടിയപ്പോഴും ഉമ്മൻചാണ്ടി ഈ പടിക്കെട്ടിൽ അഭയം തേടി. ഉമ്മൻചാണ്ടി സ്നേഹത്തിന്റെ കടലായിരുന്നു. ആ കടലിന്റെ അലകൾ ചെന്നെത്താത്ത പുതുപ്പള്ളിയിലെ വീടുകൾ നന്നേ കുറവായിരുന്നു. അദ്ദേഹം ഇന്ന് മരിച്ചു എന്ന് ആരും വിശ്വസിക്കുന്നില്ല. കാരണം ഞങ്ങളെയൊക്കെ സംബന്ധിച്ചുള്ള ഒരിക്കലും അത് ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. കാരണം അതുപോലെ അദ്ദേഹവുമായി അടുത്ത ബന്ധം ഉണ്ടാകാൻ പറ്റിയിട്ടുണ്ട്. കരോട്ട് വള്ളക്കാലിൽ വീട്ടിൽ ഇപ്പോഴും ആളുകൾ എത്താറുണ്ട്. ഉമ്മൻചാണ്ടിയുടെ ഓഫീസ് മുറിയിലെ ജനാല ഇപ്പോഴും തുറന്നു തന്നെ കിടപ്പുണ്ട്. എന്നാൽ പരാതി കേൾക്കാൻ അവരുടെ കുഞ്ഞുഞ്ഞില്ല. ആൾക്കാർ ഒത്തിരി വരാറുണ്ട്. കല്ലറ പോയിട്ടൊക്കെ ഇവിടെ വന്നിട്ടാണ് പോകുന്നത്. അവരെയൊക്കെ ഒത്തിരി സഹായിച്ചിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു. ഞങ്ങൾക്ക് പോലും അറിയാൻ മേലാത്ത വിധത്തിൽ ഒത്തിരി സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അവർക്ക് ഒരിക്കലും മറക്കാനൊക്കത്തില്ല എന്നൊക്കെ പറഞ്ഞാണ് ആൾക്കാർ വരുന്നത്. അല്ലെങ്കിൽ വിഷമമുണ്ട്. പെട്ടെന്ന് പോകുന്നൊരു ധാരണയില്ലായിരുന്നു. എല്ലാത്തിനും അപ്പുറത്ത് കഴിഞ്ഞു പോയ ഒരാണ്ട് പുതുപ്പള്ളിക്ക് സന്തോഷത്തിൻ്റെത് കൂടിയാണ്. ഞായറാഴ്ചകളിൽ മാത്രം വിരുന്നെത്തിയിരുന്ന ഉമ്മൻചാണ്ടി എന്നും തങ്ങൾക്കൊപ്പമുള്ളതിൻ്റെ സന്തോഷം. പുതുപ്പള്ളിയിൽ നിന്ന് ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോജസ്റ്റി, മാതൃഭൂമി ന്യൂസ്.